ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഒരു പോയമാണ് ആൻഡ് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്നുള്ളതാണ് പോയത്തിൻ്റെ പേര്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത്? നമ്മളുടെ ഇന്ത്യയുടെ നാഷണൽ ആന്തം, നമ്മളുടെ ദേശീയഗാനം എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. അതുമാത്രമല്ല ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തവും എഴുതിയിട്ടുള്ളത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം ഒരു പോയറ്റായിരുന്നു, ഫിക്ഷനിസ്റ്റ്, പ്ലേ റൈറ്റ്, അതായത് ഡ്രമാറ്റിസ്റ്റ്, പിന്നെ എസ്സേയിസ്റ്റും കമ്പോസറും പെയിൻറ്ററും ഒക്കെ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് കിട്ടിയത്? ലിറ്ററേച്ചറിന് 1913 കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് ആയിട്ടുള്ള ഗീതാഞ്ജലിക്കാണ് ഈ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് പോയംസ് ആണ്. ഒരുപാട് പോയത്തിൻ്റെ, അതായത് കവിതകളുടെ ഒരു കൂട്ടമാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ഓർത്ത് വെക്കുക. പേജ് നമ്പർ 24 നോക്കാം. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോം അബൌട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. അബൌട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. എന്താണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്? ഈ ഒരു വേൾഡിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്, അത്ഭുതത്തോടു കൂടിയും അല്ലെങ്കിൽ എന്താണ് ആശ്ചര്യത്തോടു കൂടിയും അമ്പരപ്പോടു കൂടിയാണ് ഈ ഒരു വേൾഡിനെ നോക്കിക്കാണുന്നത്. അതാണ് ഈ ഒരു പോയത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ലെറ്റ് us read it. നമുക്ക് വായിക്കാം. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എന്താ പറയുന്നത്? അത്ഭുതത്തോടു കൂടിയും ആശ്ചര്യത്തോടു കൂടിയും ഞാൻ പാടുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ടൈറ്റിൽ. അപ്പോൾ ഇവിടെ വണ്ടറും അമേസ്മെൻറ്റും ഒക്കെ മീനിങ് വരുന്നത് സെയിം തന്നെയാണ്. അത്ഭുതം, വിസ്മയം, അല്ലെങ്കിൽ എന്താണ് അമ്പരപ്പ് എന്നൊക്കെ ഉള്ളതാണ് മീനിങ് കേട്ടോ. ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു യൂണിവേഴ്സിൻ്റെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ആൻസർ നോക്കാം. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. സ്കൈ, ആകാശം അല്ലേ? ആകാശത്ത് എന്താണ്? സൂര്യനുണ്ട്, അതുപോലെ എന്താണ്? ഒരുപാട് സ്റ്റാർസ് ഉണ്ട് അല്ലേ? നക്ഷത്രങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. യൂണിവേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ എന്താണ്? ഫുൾ ഓഫ് ലൈഫാണ്. എന്താണ്? നിറയെ എന്താണ്? ജീവസുറ്റതാണ്. അതായത് ഒരുപാട് തരത്തിലുള്ള ജീവനുകൾ ഈ ഒരു യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിലുണ്ട്. അമംഗ് ഓൾ ദിസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്. അപ്പോൾ ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ? ഈ പ്രപഞ്ചത്തിൽ എന്താണ്? ഒരുപാട് ജീവജാലങ്ങളുണ്ട്. നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര ജീവജാലങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്താണ്? എനിക്കും ഒരു സ്ഥാനമുണ്ട്, ഞാനും ഒരു സ്ഥലം കണ്ടെത്തി, അതായത് എനിക്കൊരു സ്ഥലമുണ്ട് എന്ന് ടാഗോർ പറയുകയാണ്. അതായത് നമ്മൾ മനുഷ്യരാണ്, അപ്പം മനുഷ്യർക്ക് നമുക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥാനമുണ്ട് അല്ലേ? അത് മനുഷ്യരിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്ഥാനം, ഒരു പ്ലേസ് ഈ ഭൂമിയിൽ ഉണ്ട്, ഈ ഒരു യൂണിവേഴ്സിലുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്നിട്ട് എന്താണ്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്? അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്, ആ ഒരു ആശ്ചര്യത്തോടും അത്ഭുതത്തോടും കൂടി അദ്ദേഹം പാടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ വേൾഡ് ഈസ് സ്വേഡ് ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. അപ്പോൾ സ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടി ഉലയുന്നതിനാണ് സ്വേഡ് എന്ന് പറയുക. അപ്പം ഈ ഒരു വേൾഡ്, ഈ ഒരു ലോകം ഇങ്ങനെ ആടി ഉലയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആടി ഉലയുന്നത്? ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. എറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തത, അനന്തതയുടെ റഷിംഗ് ടൈഡ്. റഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിക്കുന്ന ആ ഒരു ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരമാല അല്ലേ? അപ്പോൾ അനന്തതയുടെ കുതിച്ചു വരുന്ന ആ ഒരു തിരമാല കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? വേൾഡ് ഇങ്ങനെ ആടി ഉലയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? റഷിംഗ് ടൈഡ്, എറ്റേണിറ്റിയുടെ റഷിംഗ് ടൈഡ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ടൈമിനെയാണ്, സമയത്തെയാണ്. അതിങ്ങനെ കുതിച്ച് ഉയർന്ന് അങ്ങ് പോവും അല്ലേ? അതിങ്ങനെ സ്പീഡിലാണ് സമയം പോകുന്നത്. സോ അപ്പോൾ ഇവിടെ കാലം അല്ലെങ്കിൽ സമയമാണ് ഉദ്ദേശിക്കുന്നത്. റൈസിങ് ആൻഡ് ഫോളിങ്, തിരമാല, അതായത് ടൈഡ് എങ്ങനെയാണ്? ഫോളിങ്ങും റൈസിങ്ങും, ഉയർന്നും താഴ്ന്നും അങ്ങനെയാണല്ലേ പോകുന്നത്. സോ അതേപോലെയാണ് ഇവിടെ എറ്റേണിറ്റി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം.
ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് ടഗ് ഇൻ മൈ ബ്ലഡ്. അപ്പോൾ കാലം അതായത് സമയം പോകുന്നതിനനുസരിച്ച് എന്താണ് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ മാറ്റങ്ങൾ സംഭവിക്കും അല്ലേ? നമ്മൾ എല്ലാ കാലത്തും ഒരേപോലെ ആയിരിക്കുമോ? അല്ല. കാലം മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് നമ്മളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ടഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിച്ചിൽ. അപ്പോൾ ഈ ഒരു കാലം മാറുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചിൻ്റെ ആ ഒരു വലിച്ചിൽ, ആ ഒരു ടഗ് എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ബ്ലഡിലും എനിക്ക് ഫീൽ ചെയ്യാൻ, എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. റേസിങ് ത്രൂ മൈ വെയിൻസ്, എൻ്റെ സിരകളിലൂടെ അതിങ്ങനെ ഒഴുകുന്നുണ്ട്, അതിങ്ങനെ എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു ചേഞ്ചസ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിങ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? വണ്ടറും അമേസ്മെന്റും ആണ് അദ്ദേഹത്തിനുള്ളത്. അത്ഭുതത്തോടു കൂടിയും ആശ്ചര്യത്തോടു കൂടിയും അദ്ദേഹം എന്ത് ചെയ്യാണ്? പാടുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈന് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിങ് എന്ന് പറയുന്ന ഈ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് സ്റ്റാൻസയിൽ ലാസ്റ്റ് ലൈന് ഇതേ എന്താണ് ലൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന സ്റ്റാൻസകളിലും ഈ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ റിഫ്രെയിൻ എന്നാണ് പറയുക കേട്ടോ. സ്റ്റാൻസ നോക്കാം. While walking in the woodlands with my feet, I have touched the blades of grass. അപ്പോൾ വുഡ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് നടന്നത്? വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. അദ്ദേഹം നഗ്നപാതനായിട്ടാണ് നടന്നിട്ടുള്ളത്. ചെരുപ്പിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പുൽക്കൊടിയൊക്കെ കാലിൽ തട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല അല്ലേ? സോ അതുകൊണ്ട് എന്താണ്, നഗ്നപാതനായി അദ്ദേഹം ഇങ്ങനെ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽക്കൊടി എന്നുള്ളതാണ് കേട്ടോ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് ആ ഒരു പിന്നെ വുഡ്ലാൻഡിലുള്ള ഒരു പുൽക്കൊടിയിലൊന്ന് ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. സ്റ്റാർട്ടിൽഡ് മീൻസ് എന്താണ്? പരിഭ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരിഭ്രമിച്ചു പോയി. എന്തുകൊണ്ട്? ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. ഫ്ലവേഴ്സിൻ്റെ അതായത് പൂക്കളുടെ ഫ്രാഗ്രൻസ്, ആ ഒരു സുഗന്ധം കൊണ്ട് അദ്ദേഹം പരിഭ്രമിച്ചു പോയി. അതായത് ഇവിടെ പോസിറ്റീവായിട്ടാണ് കേട്ടോ പറയുന്നത്. ആ ഒരു പിന്നെ ഫ്ലവേഴ്സിന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, സ്മെല്ലായിരുന്നു, സുഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അദ്ദേഹം എന്താണ്? അങ്ങനെ പരിഭ്രമിച്ചു പോയി എന്ന് പറയാണ്. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. മാഡൻഡ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മത്ത് പിടിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ അത്രമാത്രം എന്ത് ചെയ്യാണ്? ആകർഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഭ്രാന്ത് പിടിപ്പിച്ചു മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. ബിക്കോസ് അത്രയും നല്ല സുഗന്ധമാണ് ആ ഒരു ഫ്ലവേഴ്സിൽ നിന്ന് വരുന്നത് എന്നാണ് പറയുന്നത്. മാഡൻഡ് മീൻസ് മത്ത് പിടിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. The gift of gladness and joy are strewn all around. അപ്പോൾ gladness, joy എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ആ ഒരു ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചുറ്റും ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിങ്. വീണ്ടും ആ ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്യാണ്. ആശ്ചര്യത്തോടുകൂടി അമ്പരപ്പോടുകൂടി ഞാൻ പാടുന്നു എന്ന് പറയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്, ഐ ഹാവ് ഓപ്പൺ മൈ ഐസ്. ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്. പ്രിക്ഡ് മീൻസ് ഇവിടെ കാതോർത്തു എന്നുള്ളതാണ്. അതായത് പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാതോർത്തു. പിന്നെ ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്. പ്രകൃതിയിലെ എന്താണ് സുന്ദരമായ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു എന്നുള്ളതാണ് പറയുന്നത്. ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്. ബെയർഡ് മീൻസ് നമുക്കറിയാം നഗ്നമായ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയം അദ്ദേഹം തുറന്നു എന്നുള്ളതാണ്. മറ്റൊരു മറയും ഒളിയും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സീക്രട്സ് എല്ലാം ഈ ലോകത്തോട് പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ ഹൃദയം, മനസ്സ് തുറന്നു എന്നാണ്, ഈ ഒരു വേൾഡിനോട് സംസാരിച്ചു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോഡ് ദ അൺനോൺ. അപ്പോൾ മിഡ്സ്റ്റ് മീൻസ് ഇടയിൽ, അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നോൺ ആയിട്ടുള്ള അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു? ഐ ഹാവ് സോഡ് ദ അൺനോൺ. എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ഈ ഒരു വേൾഡ്
എന്താണ് പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ? അപ്പോൾ ആ ഒരു ദൈവത്തെ തേടുന്നതാവാം ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി ടച്ച് കൊടുത്തതാണ് ഈ ഒരു കവിതയ്ക്ക് എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. എന്നിട്ട് ഈ ഒരു അത്ഭുതത്തോടു കൂടിയും ആശ്ചര്യത്തോടു കൂടിയും അദ്ദേഹം എന്ത് ചെയ്യാണ്? ഐ സിങ്, ഞാൻ പാടുന്നു എന്ന് പറയാണ്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു കവിത പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.